ഈ റെസ്റ്റോറന്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്റെ പൊന്ന് ദൈവമേ, മൃണാലിനേട്ടനെത്തി പിന്നെയും. ഈ പ്രാവശ്യം പുള്ളി വളരെ ശോകത്തിലാണ്. എന്താ പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ബാ കേട്ടെ. അപ്പോ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കിയത് അത്രയധികം പൈസയാണ്. പുള്ളിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും കേരളത്തിൽ കഷ്ടപ്പെട്ട് റെസ്റ്റോറൻറ്റ് ഗവൺമെൻറ് അപ്രൂവലൊക്കെ വാങ്ങി പുള്ളി മാത്രമേ കേരളത്തിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുള്ളൂ. വേറെ ആരും കേരളത്തിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ബാക്കി കേട്ടെ. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും ഇതിനെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. അഭിമാൻ ഇല്ലേ? എൻ്റെ ചേട്ടൻ എത്ര വില കുറച്ച് ഭക്ഷണം കൊടുത്താലും നല്ല ഭക്ഷണമാണെങ്കിൽ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ചേട്ടന് കിട്ടിയത് ചേട്ടൻ്റെ കാട്ടിക്കൂട്ടൽ കൂടിപ്പോയത് കൊണ്ടാണ് ചേട്ടന് കിട്ടിയെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. എന്താ ഈ റെസ്റ്റോറന്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ഒരു നീണ്ട കഥ, നീണ്ട കഥ. പിടിച്ചോ. എന്താ ഇത്? ചേട്ടൻ്റെ ഹോട്ടലിൽ നിന്ന് ഞാനും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ലതല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ലത് തന്നെയാണ്. പക്ഷേ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, അവരെ കുറ്റം പറഞ്ഞാൽ സ്വാഭാവികം, അവരും കുറ്റം പറയും. ബാക്കിയൊന്ന് കേട്ട്. റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ആരും ഇങ്ങനെ വേട്ടയാടിയതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. മൃണാളിനേട്ടൻ അത് ശ്രദ്ധിക്കാഞ്ഞോണ്ടാ. ഏറി കയറിയിട്ടുണ്ട്, പല തവണ ഏറി കയറിയിട്ടുണ്ട്, ശ്രദ്ധിച്ചു കാണില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൃണാളിനേട്ടൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത്? എന്താണെങ്കിലും പുള്ളിയുടെ ഈ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ദാ ഈ സീനാണ്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണെന്ന്. അപ്പുറത്തെ വീട്ടിലെ മലയാടി പോകാൻ പറ്റും നമുക്ക്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്.